സുഹൃത്തുക്കളെ, ഇതൊക്കെ ഇങ്ങനെ ഗൗരവത്തിൽ തന്നെ പറയണം, മനസ്സിലായോ? ഇതിലൊന്നും മയപ്പെടുത്തി സംസാരിക്കാൻ പറ്റൂല. അത്രത്തോളം പിഴച്ച വാദങ്ങളാണ് ഈ വൃത്തികെട്ടവന്മാർ ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനും വേണ്ടി യാതൊരു ലജ്ജയുമില്ലാതെ എന്താണോ അപ്പോ അവന്റെ മണ്ടിയിൽ വരുന്നത് അത് മൈക്കിന്റെ മുമ്പിലാണ് പ്രസംഗിക്കുക. അത് കേട്ട് തക്ബീർ ചെല്ലാൻ കുറച്ച് ഹംകിങ്ങൾ മുമ്പിലും എന്ത് തോന്നിയാസം പറഞ്ഞാലും ഇബ്ലീസ് അപ്പം അവന്റെ തലയ്ക്ക് കുറച്ച് ശൈത്താന് കുറച്ച് വാദങ്ങൾ അപ്പം എന്താ തോന്നുന്നു അതാണ് കൊടുക്കും. അതങ്ങോട്ട് വിളമ്പുമ്പോ അത് മൈക്കന്റെ മുമ്പിൽ വെളുപ്പില്ലാതെ കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയോടുകൂടി വിളമ്പുവാൻ നിങ്ങൾ അതിന് അവന്റെ മനസ്സിൽ അപ്പം തോന്നുന്ന ആയത്താണ് പോലും. പച്ചക്ക് ഖുർആൻ തുറിയാക്കാനിക്കുക, ഒരു പേടിയില്ലാതെ. അള്ളാഹു എന്തിനാണോ പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിറക്കിയത്, ആരെക്കുറിച്ചാണോ ഇറക്കിയത്, അതൊന്നും പരിഗണിക്കാതെ തോന്നിയടുത്ത് തോന്നിയ മാതിരി അർത്ഥം പറയാം. ഇവന്റെ ഒരു വാദം കേട്ടോ നിങ്ങള്. റബ്ബാനിയിൽ കാണാം, അൽ അംബിയാ വൽ മുർസലൂൻ ലാ യൻസിലു അലൈഹിം മുൻകറും വനകീർ അലൈഹിമുസ്സലാം. നമ്മളൊക്കെയാണ് മരിക്കാൻ നിൽക്കുക, ഖബറിൽ വെച്ചാൽ ഉടനെ ആര് വരും? ചോദ്യം ചോദിക്കാൻ ഏൽപ്പിക്കപ്പെട്ട രണ്ട് മലക്കുകൾ മുൻകർ നകീർ അലൈഹിമുസ്സലാം വരും. എന്ന അംബിയാ മുർസലീങ്ങളെ അടുത്ത് പോലും വരൂല. എന്തുകൊണ്ട്? ലിഅന്നഹും ശുഫാഉൽ ഖൽഖ്, അവര് സൃഷ്ടികൾക്ക് ശുപാർശ ചെയ്യുന്നവരല്ലേ, പിന്നെ അവരടുത്തേക്ക് മുൻകർ നകീർ എങ്ങനെ വരാനാ? ഹാക്കദാ ഹൗലാഇ ലാ യുഹാസബൂൻ, ഇതുപോലെയാണ് ഔലിയാക്കന്മാരും. അവരെ ഒരിക്കലും വിചാരണ ചെയ്യപ്പെടൂല. ലാ യുസ്അലൂന അമ്മാ യഫ്അൽ, ലാ യുസ്അലു അമ്മാ യഫ്അൽ, ചോദ്യമില്ല അവരെ കുറിച്ച്. ലിഅന്നഹും ഖവാസുൽ ഖൽഖി, കാരണം അവര് സൃഷ്ടികളിൽ തന്നെ പ്രത്യേകക്കാരാണ്. അപ്പൊ സുഹൃത്തുക്കളെ, അംബിയാ മുർസലീങ്ങൾക്ക് ഖബറിൽ ചോദ്യം ഉണ്ടാവില്ല, അത് ശരിയാണ്. അതിനെങ്ങനെ ഔലിയാക്കൾ വിട്ട് ഔലിയാക്കൾക്കും ഖബറിൽ ചോദ്യം ഉണ്ടാവൂല? ഇനി അങ്ങനെ ആരെങ്കിലും പറഞ്ഞുകൊണ്ട് തന്നെ കൂട്ടിക്കോളി. അതിന് ഓതുന്ന ആയത്തേതാ, തെളിവേതാ? ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ, സൂറത്ത് അംബിയായിലെ 23-ാമത്തെ ആയത്ത്. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞ ആയത്താണത്. ലാ യുസ്അലു, അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുകയില്ല. അള്ളാഹുവിന്റെ ഒരു കാര്യത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യാൻ പാടില്ല. അള്ളാഹു എന്തിനാ അത് ചെയ്തത് ചോദിക്കാൻ പാടില്ല. അള്ളാഹു എന്തുകൊണ്ട് ചെയ്തില്ല ചോദിക്കാൻ പാടില്ല. അള്ളാഹു എന്തുകൊണ്ട് ആ കാര്യം പറഞ്ഞു ചോദിക്കാൻ പാടില്ല. അള്ളാഹു എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല അതും ചോദിക്കാൻ പാടില്ല. അതാണ് വിശ്വാസി. എന്നാൽ സൃഷ്ടികളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിലപാടുകളും ചോദ്യം ചെയ്യപ്പെടും. അതാണ് ആ ആയത്ത്. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ, അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുകയില്ല, സൃഷ്ടികളാകട്ടെ ചോദ്യം ചെയ്യപ്പെടും. ഇതാണ് ഇങ്ങോട്ട് ഔലിയാക്കൾക്ക് ചോദ്യമില്ല എന്നുള്ള തെളിവ്. ലാ യുസ്അലു അമ്മാ യഫ്അൽ എങ്ങനെ ഉണ്ടാവും? ഇതാണ് തൊള്ളി തോന്നിയതുപോലെ ഓത്, തൊള്ളി തോന്നിയ അർത്ഥം വെക്കുക. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ ഒരായത്ത് അത് ഔലിയാക്കളെ പേരിൽ ചാർത്തി കൊടുക്കുക. അതങ്ങനെ. ഇനി ഹദീസിന്റെ കോലം നോക്കി. നമ്മളെ സദസ്സിൽ തന്നെ ശൈഖുനായെ കണ്ട ഒരുപാട് ആളുകളുണ്ട്, ശൈഖുനയുമായി ബന്ധപ്പെട്ട പലരുണ്ട്. അപ്പൊ അങ്ങനെ അത് ശൈഖുനാന്റെ ആ ഒരു പ്രത്യേകമായ കാലമാണല്ലോ ഇത്. ആ കാലത്ത് ഈ കാലഘട്ടത്തിലെ മശായിഖന്മാർ ആ ശൈഖുനായെ കുറിച്ച് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. അവരെ കണ്ടവർ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഖൈറുൽ ഖുറൂനി ഖർനി എന്ന് പറഞ്ഞ ആ ഉത്തമമായ കാലമാണിത്. കടല സുഹൃത്തുക്കളെ, ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല തലമുറ എന്റെ തലമുറയാണ്, എന്റെ നൂറ്റാണ്ടാണ്. ഇത് ആരെ കുറിച്ച് പറഞ്ഞതാ? ആര് പറഞ്ഞതാ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബത്ത് അടങ്ങുന്ന ആ തലമുറയെ കുറിച്ച് പറഞ്ഞതാണ്. ഏറ്റവും നല്ല തലമുറ, ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്റെ തലമുറയാണ്, പിന്നീട് അതിനോടടുത്ത തലമുറ, പിന്നീട് അതിനോടടുത്ത തലമുറ. ആ ഹദീസ് നേരെ മടവൂരിന്റെ കാലഘട്ടത്തിലാണ് ചാർത്തി കൊടുത്തു. തോലിക്കെട്ടി നോക്കണം നിങ്ങള്, കരളുറപ്പ് നോക്കണം നിങ്ങള്. ഇവന്റെ ഖൈറുൽ ഖുറൂനി ഖർനി എന്ന് പറഞ്ഞ തലമുറയാണ് ഈ മടവൂരിന്റെ തലമുറ. ഇനി ഇവൻ എന്താ ചെയ്യാൻ ബാക്കി? ഇനി ഇവൻ എന്താ പറയാൻ ബാക്കി? ആയത്ത് ദുർവ്യാഖ്യാനിക്കുക, ഹദീസ് ദുർവ്യാഖ്യാനിക്കുക. എന്തിനു വേണ്ടി? അതാണ് ചോദ്യം, മർമ്മപ്രധാനമായ ചോദ്യം. 33 കൊല്ലം മുമ്പ് കോഴിക്കോട് നിന്നും ഒടുങ്ങിയ ഒരു മാനസിക രോഗിയായ ഒരു മുസ്ലിയാർ, ആ മുസ്ലിയാരെ അള്ളാഹുവിന്റെ ഒപ്പം കൊണ്ടുവെക്കാൻ വേണ്ടി, റസൂലിന്റെയും മുകളിൽ കൊണ്ടുവെക്കാൻ വേണ്ടി ഇവന്മാർ ജൂതന്മാരുടെ ആചാരം പറ്റി ഈ പിശാചുക്കൾ പറഞ്ഞു കൂട്ടുന്ന, കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങളാണ്.